ഹായ് ഓൾ, നമസ്കാരം. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആഷ്ന. അപ്പോൾ കമന്റ് ബോക്സിലും അല്ലാതെയും ഒക്കെ ആയിട്ട് നമുക്ക് വരുന്ന കുറെ കമന്റ്സ് ഉണ്ട്. അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് പ്രിലിംസ് ഉണ്ടാവോ മിസ് ചെയ്യുന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ തന്നെ നോക്കിയാൽ അറിയാം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്രിലിംസ് ആയിരിക്കോ, മെയിൻസ് ആയിരിക്കോ, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെ ഒരൊറ്റ എക്സാം ആയിട്ടായിരിക്കോ PSC നടത്തുന്നത് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അതിനു മുൻപ് തന്നെ നമുക്കറിയാം, ലാസ്റ്റ് ഈ പറയുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഈ ഒരു പരീക്ഷ നടത്തിയത്, നോട്ടിഫിക്കേഷൻ വന്നത് 2021 ആ സമയത്ത് പ്രിലിംസ് മെയിൻസ് എന്നൊക്കെ പറഞ്ഞ ഘട്ടങ്ങളായിട്ട് പരീക്ഷ നടത്തി. പിന്നെ അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു. 2023 ഡിസംബർ മാസം മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ 2024 ജനുവരി ഫെബ്രുവരി മാസത്തോട് കൂടിയിട്ടും അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഇതിന്റെ പലതിന്റെയും എന്ത് ചെയ്യുന്നുണ്ട്, 2027 ആകുമ്പോഴത്തേക്കും ഈ പറയുന്ന 2024 റാങ്ക് ലിസ്റ്റ് വന്നതിന്റെ കാലാവധി തീരുകയാണ്. പുതിയൊരു റാങ്ക് ലിസ്റ്റ് അവിടെ വേണം. അതേപോലെ 2023 അവസാനമാവുമ്പോഴത്തേക്കും 2020 അവസാനം ഡിസംബർ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ള റാങ്ക് ലിസ്റ്റ് വരണം. അതുകൊണ്ട് തന്നെ ഈ 2025 അവസാനത്തോട് കൂടിയിട്ടെങ്കിലും റാങ്ക് ലിസ്റ്റ് വന്നെങ്കിൽ മാത്രമാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ, അതായത് റാങ്ക് ലിസ്റ്റ് വന്നെങ്കിൽ മാത്രമാണ്, നോട്ടിഫിക്കേഷൻ വന്നെങ്കിൽ മാത്രമാണ് പുതിയൊരു റാങ്ക് ലിസ്റ്റ് ഇനി വരുന്ന വർഷങ്ങളിൽ PSCക്ക് പുറത്തുവിടാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്, അല്ലെ, ജില്ലാ തലത്തിലാണ് ഈ ഒരു പരീക്ഷ നടത്തുന്നത്. അപ്പൊ ഇതിനു മുൻപ് ഞാൻ പറയുവാണെങ്കിൽ നമുക്ക് 2025 ഓക്കെ ഏപ്രിൽ മാസം 28 തീയതി ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ ഒരു സ്പെഷ്യൽ റിസർവേഷൻ 049/2024 കാറ്റഗറി നമ്പറിൽ ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ പരീക്ഷ PSC നടത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസമാണ് അതിന്റെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ST കാറ്റഗറിയിലായിരുന്നു. നമുക്ക് ഒരു ഒറ്റ വേക്കൻസിയിലേക്കായിരുന്നു ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ എക്സാം ആയിട്ടായിരുന്നു PSC നടത്തിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഇപ്പൊ നമ്മൾ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഒരു വലിയ എക്സാം ആയ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളുള്ള പരീക്ഷയാണ് LDC പരീക്ഷ. അപ്പൊ നമുക്കറിയാം ഒരു പരീക്ഷ PSC നടത്തി കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റ് മീൻസ് പരീക്ഷ പ്രിലിംസ് വന്നു, അത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് വരാനായിട്ട് ടൈം എടുക്കുന്നു. അതിനുശേഷം മെയിൻസ് നടത്തി അതിന്റെ റിസൾട്ട് വന്ന് ഷോർട്ട് ലിസ്റ്റ് ഇട്ട് വരുമ്പോൾ ഒരുപാട് വർഷങ്ങളോളം നമുക്ക് എന്താണ്, ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടൈമിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ. അതേപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ റീസെന്റ് ആയിട്ട് നടത്തിയിരിക്കുന്ന പരീക്ഷ ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ASM പരീക്ഷ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആണെങ്കിൽ അതിന് സ്പെഷ്യൽ ടോപ്പിക്സ് സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്, അതിൽ നിന്ന് വ്യത്യസ്തമാക്കിക്കൊണ്ട് ഒരു സിംഗിൾ എക്സാം ആക്കിയിട്ടാണ് മാറ്റിയിരിക്കുന്നത്, അല്ലെ, ഒരു സിംഗിൾ എക്സാം ആക്കി മാറ്റിയിരിക്കുകയാണ്. അതേപോലെ LDC പരീക്ഷ, ജില്ലാ തലത്തിലുള്ള പരീക്ഷ ആണെങ്കിൽ അതിനൊരൊറ്റ മെയിൻസ് എക്സാം ആയിട്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്രിലിംസ് വന്ന് മെയിൻസ് വന്ന് അങ്ങനെ ഒരു കാലാവധി നമുക്ക് അത്രയും ടൈം പോകുന്നതുകൊണ്ട് തന്നെ പ്രിലിംസ് പരീക്ഷ ഇല്ലാതെ ഒരൊറ്റ സിംഗിൾ എക്സാം ആക്കിയിട്ട് നടത്താനാണ് ഇതിന്റെ ചാൻസ് കൂടുതൽ. അതുകൊണ്ട് തന്നെ സിലബസ് വരട്ടെ, നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് പറഞ്ഞ് പഠിച്ച് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാതെ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ പഠനം നിങ്ങൾ ആരംഭിക്കണം. ഓക്കെ, അപ്പം ഈ ഒരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഒരു ഗൂഗിൾ ഫോം നമ്മൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ യോഗ്യത അല്ലെങ്കിൽ പ്രായപരിധി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഗൂഗിൾ ഫോമിൽ ഒന്ന് ഫില്ല് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് നമുക്ക് അതിന് തരും. അതിൻ്റെ ഒപ്പം തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതിൽ നമ്മൾ കൊടുക്കുന്നത് ഓരോ ഡേയിൽ നിങ്ങൾ എന്താണ് പഠിക്കേണ്ടതെന്നുള്ള ഡേ വൈസ് ടൈം ടേബിൾ തരുന്നുണ്ട്. ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, മെന്റർഷിപ്പ്, നിങ്ങൾക്കൊരു സപ്പോർട്ട് ഉണ്ട്. ഡെയിലി എക്സാം ആണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് Day 1 നിങ്ങൾക്ക് ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ്സുകളും അതിന്റെ എക്സാം, അങ്ങനെ ഓരോ ദിവസം കൂടുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ട്, അതിന്റെ എക്സാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ ഉണ്ടല്ലോ, 9995467246, ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ടതാണ്. ഒരു ദിവസവും നിങ്ങൾ കളയരുത്. ഓരോ ദിവസം പഠനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. ഇത് നമുക്കുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ആണെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ പഠനം എന്ത് ചെയ്യുക, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഞങ്ങൾക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ ആൻഡ് താങ്ക് യു.